പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. ഇന്നൊരു അടിപൊളി ഐറ്റം ആയിട്ടാണ് വന്നിരിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഡിന്നറിൻ്റെ കൂടെയും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി കരിമീൻ പൊള്ളിച്ചതാണ് ഇന്ന് ഉണ്ടാക്കിയെടുക്കുന്നത്. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ ഫുള്ളായിട്ട് കാണാൻ മറക്കല്ലേ. ആദ്യം നമുക്ക് മീൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനായിട്ടൊരു ഫ്രൈ പാനിലോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ കരിമീൻ നന്നായിട്ട് വെട്ടിയതിന് ശേഷം മസാലയൊക്കെ തേച്ചിട്ട് 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടേനു. ഇതിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത്, കൂടെ തന്നെ പാകത്തിനുള്ള ഉപ്പ്, ഇതൊക്കെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചതാണ്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഇനി നന്നായിട്ട് ഫ്രൈ ആകേണ്ട ആവശ്യമില്ല, ചെറുതായിട്ട് 2 ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതിയേ. അപ്പോൾ ഒരു ഭാഗം ഫ്രൈ ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ച് വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. ഇനി മറ്റേ ഭാഗവും അതുപോലെ തന്നെ ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അതിനുശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇത്രയും ഫ്രൈ ആയി കിട്ടിയാൽ മതി. നമ്മൾ വീണ്ടും ഇതൊന്ന് വേവിച്ചെടുക്കും. ഇനി ഇതേ പാനിലോട്ട് തന്നെ 1 ടേബിൾ സ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള ഗ്രേവി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം മീഡിയം സൈസിലുള്ള ഒരു 2 സവാള ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാം. സവാളയൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. 1 മിനിറ്റിന് ശേഷം നമുക്ക് വീണ്ടും തുറന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതിയേ. ഓവറായിട്ട് ഫ്ലെയിം കൂട്ടി കൊടുക്കണ്ട, അപ്പോൾ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇനി ഒരു തക്കാളിയും 1 പച്ചമുളക് കൂടി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഒന്ന് ക്രഷ് ചെയ്തതാണ്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ക്രഷ് ചെയ്തത് കൂടി ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. പച്ചമുളക് നല്ല എരിവുള്ളതായത് കൊണ്ടാണ് ഒരെണ്ണം ചേർത്ത് കൊടുത്തത്. എരിവ് കുറഞ്ഞതാണെങ്കിൽ 2ഓ 3ഓ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്രഷ് കറിവേപ്പില 2 തണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് 1 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെക്കാം. തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ചു വെക്കുന്നത്. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ വറുത്ത് പൊടിച്ചതും അതുപോലെ തന്നെ കടുക് പൊടിച്ചതും കൂടി 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള വാളംപുളി ഒന്ന് കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് മാത്രം മതി, പുളി കൂട്ടണ്ട. ഇനി വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ മസാലപ്പൊടികളൊക്കെ ഒന്ന് യോജിച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1 മിനിറ്റ് കൂടി ഇതൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ പൊടികളൊക്കെ മൂത്ത് നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് തുറന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഞാനിവിടെ ഒരു അലുമിനിയം ഫോയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 2 വാഴയില വെച്ച് കൊടുക്കുന്നുണ്ട്. വാഴയില എടുക്കുമ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് വാട്ടിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിതൊന്ന് ഫോൾഡ് ചെയ്തെടുക്കുന്ന സമയത്ത് വാഴയില പൊട്ടിപ്പോകും, അതുകൊണ്ടാണ് ഒന്ന് വാട്ടിയെടുക്കുന്നത്. ഇനി തയ്യാറാക്കി വെച്ച മസാലക്കൂട്ടിൽ നിന്നും ഒരു 1/4 ഭാഗം ഈ ഇലയിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഒന്ന് നിരത്തി കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് 3 മീനും ഞാൻ ഒരുമിച്ചിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോ മീനും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ 3ഉം ഒരുമിച്ചിട്ട് തന്നെയാണ് വെച്ച് കൊടുക്കുന്നത്.
ഇനി ബാക്കിയുള്ള ആ ഒരു ഗ്രേവി മുഴുവനായിട്ടും ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് മീനൊന്ന് കവർ ചെയ്തെടുക്കണം. ഇതിനു മുമ്പ് ആവോലി പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. കാണാത്തവരൊന്ന് കയറി കണ്ടു നോക്കിയാൽ മതിയേ. ഇനി ഇത് നന്നായിട്ട് പുറമേ കാണാത്ത വിധത്തിലൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഇത് നമുക്കൊരു വാഴനാര് കൊണ്ട് കെട്ടിയെടുത്താലും മതിയേ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിലാണ് കവർ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് സ്റ്റീം ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്ന സമയത്ത് ഒരു 15 മിനിറ്റ് നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. 15 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഞാനിതൊന്ന് ഓപ്പൺ ആക്കുന്നുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയതിന് ശേഷം ചൂടോടുകൂടി തന്നെ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. വീട് മുഴുവനും നല്ല സ്മെല്ലാണ്. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണേ. കണ്ടല്ലോ, നല്ല അടിപൊളി കരിമീൻ പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിത് കൂട്ടി ചൂടോടുകൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ. നിങ്ങൾ മസ്റ്റായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അതുപോലെ ചാനൽ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.